തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും അനാചാരവും മുടിയടിച്ചിട്ടാടിയിരുന്ന ഒരു കാലം. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മണ്ണിൽ കൂര വയ്ക്കാനും മലയാളിക്ക് അനുവാദമില്ലാത്ത ഒരു കാലം. തമ്പുരാന്റെ മുമ്പിലെ നായർ പട്ടാളത്തിന്റെ മൂളൽ കേട്ടാൽ ഓരോ ജാതിക്കും വിധിച്ച അടി എണ്ണി അകലമാറി നിൽക്കണമെന്ന അലിഖിതമായ നിയമം ചാട്ടവാറിന്റെ കരുത്തോടെ പാവപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്താണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അന്നാണ് കേരളത്തെ ഉഴുതുമറിച്ചിട്ട സാംസ്കാരിക നവോത്ഥാനത്തിന്റെ വലിയ ശൃംഖല ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടാകുന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരും അയ്യ വൈകുണ്ഠസ്വാമികളും ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമികളും പൊയ്കയിൽ അപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും പറഞ്ഞാൽ തീരാത്ത വിധം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മലയാളത്തിന്റെ മണ്ണിനെ ഉഴുതുമറിച്ചിട്ട മഹായാത്രകൾ ഉണ്ടാകപ്പെട്ട കാലം അതാണ്. അവിടെ വെച്ചാണ് നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ശിവപ്രതിഷ്ഠ നടത്തിയ ആരാധനാലയത്തിന്റെ ചുവരുകളിൽ ശ്രീനാരായണ ഗുരു കുറിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന പ്രഖ്യാപനം. അവിടെയാണ് നവോത്ഥാനം ഉഴുതുമറിച്ചിട്ട മണ്ണിൽ കേരളത്തിലെ വായനശാലകൾ ഉണ്ടാകുന്നത്, സാംസ്കാരിക പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിൽ നിരവധികളായിട്ടുള്ള എഴുത്തുകാരും നിരവധികളായിട്ടുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങളും നാടക പ്രസ്ഥാനങ്ങളും ഉദിച്ചുയരുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും ഇജ്ജ് നല്ല മനുഷ്യനാക്കാൻ നോക്ക്, ഋതുമതി തുടങ്ങി നാടകങ്ങൾ കേരളത്തിനോട് കഥ പറഞ്ഞും കേരളത്തിനോട് സംബന്ധിച്ചും മലയാളിയുടെ മനസ്സുകളിൽ ആഴത്തിൽ ചുവരെഴുത്തുകൾ സൃഷ്ടിച്ച ഒരു കാലം. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ വിത്ത് വിതയ്ക്കുന്നത്, കേരളത്തിലൊരു വടവൃക്ഷമായി മാറുന്നു. 1957 ഫെബ്രുവരി 28 തിരഞ്ഞെടുപ്പ് നടത്തി. മാർച്ച് 16 തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ 124 സീറ്റിൽ കോൺഗ്രസും 100 സീറ്റിൽ CPIയും മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അന്ന് കേരളത്തിൽ 4 പാർട്ടികളാണ്, കോൺഗ്രസും CPIയും RSPയും PSPയും. 100 സീറ്റ് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ സഖാവ് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ, സഖാവ് എമ്മന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം തിരുത്തി കുറിച്ച് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ചെറുതെന്ന് രേഖപ്പെടുത്തിയ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് ഛായയുള്ള 2 ഗവൺമെന്റുകൾ മുമ്പുണ്ടായിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ലോകത്തിൽ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായി 1957 ഏപ്രിൽ 5 ആ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. 11 പേർ അരിവാൾ ധാന്യക്കതിരടയാളത്തിൽ മത്സരിച്ച CPI ഗവൺമെന്റിനെ നയിച്ച EMS, സഖാവ് അച്യുതമേനോൻ, സഖാവ് TV, സഖാവ് KR ഗൗരിയമ്മ, സഖാവ് VR കൃഷ്ണയ്യർ, KC ജോർജ്, KP കുഞ്ഞിക്കണ്ണൻ, PK ചത്തൻ മാസ്റ്റർ, ജോസഫ് കുണ്ടശ്ശേരി, AR മേനോൻ. ആ മന്ത്രിസഭയിലെ 36 വയസ്സുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് TA മജീദ്. അത്ഭുതത്തോടെയാണ് ചെറുപ്പക്കാരുടെ ഒരു സംഘം. ഞാനിത്തവണ റവന്യൂ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലെ മന്ത്രിമാരുടെ പ്രായത്തെക്കുറിച്ച്, റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ പ്രായത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം വല്ലാത്ത പേടിയോടെയാണ് റവന്യൂ വകുപ്പിനെ പോലെ ഒരു വകുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ചുമതലയായി ഏൽപ്പിക്കുമ്പോൾ സാധാരണ നിലയിൽ എന്നെപ്പോലെ ഒരാൾക്ക് അതിൻ്റെ കടുത്ത ഭാരം ഏറ്റുവാങ്ങാൻ പറ്റുമോ എന്ന ഭീതിയോടെ വയസ്സന്വേഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അതിനു മുമ്പ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട KR ഗൗരിയമ്മ, എൻ്റെ അതേ വയസ്സാണ്, ഞാനൊരു 3-4 മാസം പ്രായം കുറയും, വേണമെങ്കിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ചെറുപ്പക്കാരനായ റവന്യൂ വകുപ്പ് മന്ത്രിയാണെന്ന് പറയാം. അന്ന് ഗൗരിയമ്മയ്ക്ക് 47 വയസ്സ്, സഖാവ് EMSന് 48 വയസ്സ്. ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്ന ജനറൽ സെക്രട്ടറിയാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന ആദ്യം ഇന്ത്യയിലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ദീർഘകാലം ഏറ്റവും കടുത്ത പ്രയാസങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച പൂർണ്ണചന്ദ്ര ജോഷി എന്ന PC ജോഷി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പറയുന്നത്. യുവത്വം തുളുമ്പുന്ന ഒരു ഗവൺമെന്റ്. ഏറ്റവും പ്രായം കൂടിയ ആൾ എൻ്റെ നാട്ടുകാരനാണ്, ഡോക്ടർ AR മേനോൻ, 71 വയസ്സ്. സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ യഥാർത്ഥത്തിൽ 57 മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം
വിവാഹം കഴിച്ചവരാണ് അതിൽ 4 പേർ. അങ്ങനെ യുവത്വത്തിൻ്റെ എല്ലാ പ്രസരിപ്പുമുള്ള ഒരു ഗവൺമെൻറ്. പക്ഷേ 57 അധികാരമേൽക്കുമ്പോൾ മലയാളിയെ മനുഷ്യനാക്കുക എന്ന മഹാദൗത്യത്തിൻ്റെ കൊടിക്കൂറ ഏറ്റെടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റായിരുന്നു. അന്ന് തിരുവനന്തപുരത്തെ ഊരൂട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന പെൺകുട്ടിക്ക് അക്ഷരം പഠിക്കാൻ അവസരം കൊടുത്തതിൻ്റെ പേരിൽ ഊരൂട്ടമ്പലം സ്കൂൾ കത്തി നശിക്കപ്പെട്ട ഒരു ഘട്ടം. സവർണ മേധാവിത്വം അവിടെ പഞ്ചമിയെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകന്റെ വീടും അവർ പഠിപ്പിച്ച ഊരൂട്ടമ്പലം സ്കൂളും അഗ്നിക്കിരയാക്കിയതിനെതിരായിട്ടാണ് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരമുണ്ടാകുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളിയുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവകാശം വേണമെന്ന് വാദിച്ച മഹാസമരങ്ങൾ പോലും നടന്ന് പാവപ്പെട്ടവന്റെ കുട്ടിയുടെ മുമ്പിൽ പള്ളിക്കൂടത്തിന്റെ വാതിൽ അടച്ചിടപ്പെടുകയും 10,000-കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമാക്കി വെച്ച വലിയ വലിയ തമ്പുരാക്കന്മാരുടെ അവിടെ കുടിയേറിയ കുടികിടപ്പുകാർക്ക് ഭാര്യ ഉൾപ്പെടെ ജീവിതത്തിൽ ഒന്നും സ്വന്തമല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സവർണ മേധാവിത്വത്തിൻ്റെയും ജന്മിത്ത മേധാവിത്വത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ തേറ്റപ്പല്ലു പറിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു ആ ഗവൺമെന്റിന്. ആ ഗവൺമെന്റിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ പള്ളിക്കൂടത്തിൽ ലോകം കണ്ട ഏറ്റവും ജനകീയമായ വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ വേദിയായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം മാറിയത്. അച്യുതമേനോൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദീക്ഷണശാലിയായിട്ടുള്ള പിൽക്കാലത്ത് മുഖ്യമന്ത്രി 970 ഒപ്പിട്ട അവസാനത്തെ നടപടിക്രമങ്ങളിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഭൂപരിഷ്കരണ നിയമത്തിലേക്ക് വന്ന കാർഷിക ബന്ധ നിയമത്തിന് ബീജാവാപം ചെയ്ത ഗവൺമെന്റ് 57-ൽ CPIയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സഖാവ് TA മജീദിനെ പോലെ സമുജ്വലനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ 36-ാമത്തെ വയസ്സിൽ പ്രതിനിധീകരിച്ചത്. ഞാൻ TA മജീദിന്റെ അവാർഡ് ഇത്തവണ എനിക്കാണെന്ന വാർത്ത പത്രത്തിൽ വന്ന് കണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു, മജീദ് സാറുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു? ചോദ്യം കേട്ട് തന്നെ ഞാൻ ഞെട്ടി. കാരണം ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മജീദ് സാർ മരിച്ചു. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാകുന്നതിന് മുമ്പ് മരിച്ചു. പക്ഷേ ചരിത്രത്തിന്റെ ചുവരെഴുത്തുകൾ ആ കാലഘട്ടത്തിലെ സഖാക്കളുടെ ഓർമ്മകളോ അവർ നടത്തിയ പ്രവർത്തനങ്ങളോ ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കേരളം അന്നുവരെ കണ്ടിട്ടുള്ള ദുരിതത്തിന്റെ കയറ്റിൽ നിന്ന് മലയാളിയെ രക്ഷിക്കാനുള്ള മഹാസമരങ്ങളുടെ കൊടിക്കൂറ ഏറ്റെടുത്തതിന്റെ തുടർച്ചയായിരുന്നു 57-ലെ ഗവൺമെന്റ്. 2 വർഷമേ ആ ഗവൺമെന്റിന് ആയുസ്സുണ്ടായുള്ളൂ. എന്തുകൊണ്ടാണ് ആ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കറുത്ത ലിപികളാൽ എഴുതപ്പെട്ട വിമോചന സമരം ഉണ്ടാകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ പേരിലായിരുന്നു. എന്താണ് CPI ഗവൺമെന്റ് ചെയ്ത കുറ്റം? തൃശ്ശൂരിൽ വെച്ച് ചേർന്ന 956-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തെക്കുറിച്ച് ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം കേരളം എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ആധുനിക കേരളം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ദീർഘങ്ങളായ ചർച്ചകളിലൂടെ ഒരു പ്രമേയമായി അവതരിപ്പിച്ചു. ആധുനിക കേരളത്തിന്റെ അടിസ്ഥാനം 56-ൽ തൃശ്ശൂരിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അവതരിപ്പിച്ച ആധുനിക കേരളത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പ പ്രമേയമായിരുന്നു. അതിൽ നിന്ന് അണുവീട് വ്യതിചലിക്കാൻ 57-ലെ ഗവൺമെന്റ് സമ്മതിച്ചില്ല. കേരളത്തിൽ 57-ൽ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ ദീർഘമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി ഏതു നിലപാടുകളെയും വെള്ളം ചേർക്കാമെന്നും ഏത് വിധത്തിൽ പെരുമാറാമെന്നും ഏത് വിധത്തിലും ഒരു വിഭാഗത്തെ തങ്ങളുടെ ഭാഗത്തു നിർത്താം എന്നുമുള്ള ധാരണയായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കേരളം അനുഭവിച്ച ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചനമെന്ന മഹാസമരം ഒരുപക്ഷെ അന്തിക്കാടും ആമ്പല്ലൂരും പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കരിവള്ളൂരിലും മുളയൻകുന്നിലും മുളാറയിലും ഒഞ്ചിയത്തും ശൂരനാടും ഒക്കെ പേരറിയാത്ത വിധത്തിൽ വെടികൊണ്ടും തൂക്കിലേറ്റപ്പെട്ടും പട്ടാളക്കാരന്റെ ബൂട്ടുകളുടെ ചവിട്ടേറ്റും കുതിരപ്പട്ടാളത്തിന്റെ മർദ്ദനമേറ്റും മരിക്കപ്പെടേണ്ടി വന്ന മരണത്തിന്റെ ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ച ചെങ്കൊടിയുടെ പരിഭാവനതയുടെ കിളി അവർ ഉയർത്തിപ്പിടിക്കുന്ന രക്തസാക്ഷിത്വങ്ങളെ സ്വാർത്ഥകമാക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായത്. ഭൂപരിഷ്കരണ നിയമത്തിന് ബീജാവാപം ചെയ്ത നയമുണ്ടാക്കിയതിന്റെ പേരിൽ കേരളത്തിലെ കുടിയിറക്കൽ നിരോധിക്കപ്പെട്ടതിന്റെ പേരിൽ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തോളം പ്രസക്തമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ നയം സൃഷ്ടിച്ചതിന്റെ പേരിൽ
ഇന്ത്യ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ജനകീയ ആരോഗ്യ നയത്തിന്റെ വ്യക്താക്കളായി മാറിയതിന്റെ പേരിൽ കേരളത്തിലെ ഗവൺമെന്റിനെ ക്രൂശിക്കാൻ എല്ലാ വിധത്തിലുള്ള ശക്തികളും മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും സകല അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് അപകടകരമായ വിധത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ മതവും രാഷ്ട്രീയവും സംഘം ചേർന്നപ്പോഴാണ് വിമോചന സമരത്തിന്റെ അപകടകരമായ അധ്യായം ഈ കേരളത്തിലുണ്ടായത്. മുദ്രാവാക്യങ്ങൾ കേരളത്തിന്റെ ചരിത്രം വിളിച്ചു പറയും. എത്രയേറെ മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ ഉണ്ടായി. ആ മുദ്രാവാക്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ കാലത്തിന്റെ ചരിത്രം വിളംബരം ചെയ്യുകയാണ് ആ മുദ്രാവാക്യങ്ങളിലൂടെ. അന്ന് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നു PK ചാത്തൻ മാസ്റ്റർ, 11 മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി. ഈ കേരളത്തിലെ വിമോചന സമരത്തിന്റെ നാടുകളിൽ വിളിച്ചൊരു മുദ്രാവാക്യം നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാറാൻ പറ്റുമോ? ആ വിമോചന സമരത്തിന്റെ കാലത്ത് ഈ ഗവൺമെന്റിനെ അട്ടിമറിച്ചിടാൻ ഭരണഘടനയെ പോലും ദുരുപയോഗം ചെയ്യുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ നടത്തിയ മതരാഷ്ട്രീയത്തിന്റെ അപകടകരമായ സന്ധി അവർ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാടു ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം. ആരെ കുറിച്ചാണ് ആ മുദ്രാവാക്യം? കേരളത്തിന്റെ മണ്ണിൽ മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണും പോലും സ്വന്തമല്ലാത്തൊരു ജനവിഭാഗത്തെ സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട് പുഴുക്കട പോലെ ജീവിക്കേണ്ടി വന്ന മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവന്റെ വികാരങ്ങളിലും വിചാരങ്ങളിലും ജീവിച്ച് അസംഘടിതരായ മനുഷ്യർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ചാലക്കുടിയിലെ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചപ്പോൾ അരിവാൾ ധാന്യക്കതിരടയാളത്തിൽ മത്സരിച്ച് ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച PK ചാത്തൻ മാസ്റ്റർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെയും ക്ഷേമ വകുപ്പിന്റെയും മന്ത്രിയായി ചുമതലയെടുത്തപ്പോ ചാത്തന്റെ പണി പൂട്ടാൻ പോകലാണെന്ന അപകടകരമായ മുദ്രാവാക്യം കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഉയർന്നത് മറക്കാനാകുമോ? വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളത്തില് അങ്കമാലിയുടെ വെടിവെപ്പിൽ കൊല ചെയ്യപ്പെട്ട ഫ്ലോറിയുടെ ശവകുടീരത്തിൽ നിന്നാണ് എറണാകുളം ജില്ലയിൽ, അന്ന് എറണാകുളം ആ വിധത്തിലായിട്ടില്ലെങ്കിലും എറണാകുളത്തെ ഭാഗത്ത് വിമോചന സമരത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു, രാഷ്ട്രപതി ഒപ്പിട്ടു എന്ന വിവരമറിയുമ്പോൾ നടന്ന ആദ്യത്തെ പ്രകടനം രൂപപ്പെടുന്നത്. ഫ്ലോറിയുടെ കല്ലറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ഉയർന്നു കേട്ട ഒരേ ഒരു മുദ്രാവാക്യം ചരിത്രം പിന്നീടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞു കുടിപ്പിക്കും എന്നായിരുന്നു ആ മുദ്രാവാക്യം. കേരളത്തെ ഇരുണ്ട കാലത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അടിസ്ഥാന വർഗത്തോളം പോകുന്ന വലിയ സമരങ്ങളെ കേരളത്തിന് സമ്മാനിച്ച ഒരു പാർട്ടി, നേരത്തെ ഞാൻ പറഞ്ഞ നവോത്ഥാന പ്രസ്ഥാനം ഉഴുതുമറിച്ചിട്ട മണ്ണിൽ എത്രയോ വലിയ രക്തസാക്ഷിത്വങ്ങളുടെ ചൂടിൽ അവർ കുഴിച്ചിട്ട വിത്തുകൾ ഒരു വടവൃക്ഷമായി മാറിയപ്പോൾ ആ വടവൃക്ഷത്തിന്റെ തണലിൽ ഈ കേരളത്തിന്റെ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഇത്രമേൽ ക്രൂശിക്കപ്പെട്ട ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, 57-ൽ CPIയുടെ നേതൃത്വത്തിൽ EMS നയിച്ച ഗവൺമെന്റ് എന്തെല്ലാമാണോ ഈ കേരളത്തിന് സമ്മാനിക്കാൻ നിശ്ചയിച്ചത് അതെല്ലാം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കി ആ കാലത്തിനനുസരിച്ച് ആ മുദ്രാവാക്യത്തെ സ്വാർത്ഥകമാക്കുന്നതിൽ പിന്നിട്ട് പോന്ന ഗവൺമെന്റുകൾ അതേ നടപടി സ്വീകരിച്ചു. ഈ വരുന്ന 30-ാം തീയതി ഇവിടെ സ്വാഗത അധ്യക്ഷ പ്രാസംഗികന്മാർ ചിലപ്പോൾ സൂചിപ്പിച്ചു കാണും, നവകേരളത്തിന്റെ ശില്പിയായ ഒരു മനുഷ്യന് വേണ്ടി തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ ചരിത്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനു കൂടി സഹായകരമാകുന്ന വിധത്തിൽ തിരുവനന്തപുരത്തെ മ്യൂസിയത്തിന് എതിർവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പ്രതിഷ്ഠിക്കുകയാണ്. അച്യുതമേനോൻ ആ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിനെ കേരളത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് അച്യുതമേനോൻ, പിന്നീട് ധനകാര്യ വകുപ്പ് മന്ത്രിയായി തീർന്ന സഖാവ് അച്യുതമേനോൻ 69 മുതൽ 67 മുതൽ 77 വരെയുള്ള കാലം ചീഫ് വിപ്പായി TA മജീദ് പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം വലിയ ഭൂരിപക്ഷത്തോടെ കേരളം ഭരിച്ച് ഐക്യകക്ഷി രാഷ്ട്രീയത്തെ എങ്ങനെ നയിക്കണം എന്ന് കേരളത്തെ പഠിപ്പിച്ച സഖാവ് അച്യുതമേനോന്റെ ഗവൺമെന്റ്
മറക്കാനാകാത്ത അനുഭവങ്ങളല്ലേ ആ ഗവൺമെന്റ് കേരളത്തിന് സമ്മാനിച്ചത്. ചിലപ്പോ മറക്കാൻ എത്രമേൽ ബോധപൂർവം തീരുമാനിച്ചാലും അച്യുതമേനോന്റെ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കേരളത്തിന്റെ മുന്നിലും മണ്ണിലുമുണ്ട്, മനുഷ്യന് ഇടയിലുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയും. ഒരുപക്ഷെ ഈ കേരളം ആധുനികതയിലേക്ക് കടന്നപ്പോ ആ ആധുനികതയുടെ നവകേരളം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു ആ ഗവൺമെന്റ്.